PM കെയർ ഫണ്ടിൽ ചെലവഴിച്ച തുകയുടെ ശതമാനവും പ്രധാനമന്ത്രി പാർലമെൻറ്റ് ചെലവഴിച്ച സമയവും തമ്മിൽ വലിയ സാമ്യമുണ്ട്. പ്രധാനമന്ത്രി രാജ്യത്തോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം പാർലമെൻറ്റിന് പോലും മറുപടി പറയാത്തത് കൊണ്ട് ഇനി രാജ്യത്തോട് മറുപടി പറയുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ PM കെയർ ഫണ്ട് പുറത്തു വന്നപ്പോൾ 88 ലക്ഷം മാത്രമാണ് ആകെ ചെലവഴിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ PM കെയർ ഫണ്ടിൽ ചെലവഴിച്ച തുകയുടെ ശതമാനവും പ്രധാനമന്ത്രി പാർലമെൻറ്റ് ചെലവഴിച്ച സമയവും തമ്മിൽ വലിയ സാമ്യമുണ്ട്. അതായത് 0.002% പ്രധാനമന്ത്രിയുടെ പാർലമെൻറ്റിലെ സാന്നിധ്യവും PM കെയറിൽ നിന്ന് ചെലവഴിച്ചവർ. ഈ PM കെയർ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിരുന്നു. ഒന്ന്, ഇതൊരു പ്രൈവറ്റ് ഫണ്ടാണെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സെറ്റപ്പ് ചെയ്ത ഒരു ഫണ്ട്, കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാർ ഭാഗവാക്കായ ഒരു ഫണ്ട്, അത് സ്വകാര്യ ഫണ്ടാണെന്ന് തീരുമാനിച്ചത് തന്നെ വലിയൊരു അട്ടിമറിയും കുംഭകോണമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് അതിന് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം, കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനം കൊണ്ട് കളക്ട് ചെയ്യപ്പെട്ട പണം വിനിയോഗിക്കപ്പെടാതെ പാഴായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. യഥാർത്ഥത്തിൽ ഇതൊരു സർക്കാർ ഫണ്ടാണ് എന്നുള്ളത് ആദ്യം ഗവൺമെൻറ് അംഗീകരിക്കണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ സുതാര്യതയും ഈ ഫണ്ടിൽ ഏർപ്പെടുത്തണം. മാത്രമല്ല, സമയബന്ധിതമായി ചെലവഴിക്കുമെന്ന് ഉറപ്പുവരുത്തണം. പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഒരു സൂക്ഷ്മ നിരീക്ഷണവും ഈ ഫണ്ടിന് മേൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ 90% ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു പറയുന്നത്. അപ്പോൾ ഈ ദുരന്ത നിവാരണത്തിനടക്കം നൽകേണ്ട ഒരു ഫണ്ട് എങ്ങനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് പോകുന്നത്? അതായത് ദുരന്ത നിവാരണ ഫണ്ടിലെ പണം പോലും ചെലവഴിക്കുന്നില്ല. ഓരോ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട അവർ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ഫണ്ടാണത്. ആ ഫണ്ടിലെ പണം പോലും ഇവർ ചെലവഴിക്കുന്നില്ല. മാത്രമല്ല, ഇതിൽ പലിശ മേടിക്കാനാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഇങ്ങനൊരു ഫണ്ടിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയല്ലേ. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം പാർലമെൻറ്റിന് പോലും മറുപടി പറയാത്തത് കൊണ്ട് ഇനി രാജ്യത്തോട് മറുപടി പറയുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. DRDO അടക്കമുള്ള ചില ഏജൻസികൾക്ക് നൽകിയ ഫണ്ട് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ഫണ്ട് വകമാറ്റം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട്, ചെലവഴിക്കുന്ന ഫണ്ട്, ഇത് സംബന്ധിച്ച് സൂക്ഷ്മമായിട്ടുള്ള ഒരു അവലോകനം നടക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബജറ്റ് ചുറ്റിക്കറങ്ങിയത് പ്രധാനമന്ത്രിയുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ മുകളിലാണ്. പ്രധാനമന്ത്രിയുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ചെറുപ്പക്കാരെ എക്വിപ്ഡ് ആക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. 10,800 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചു. ആ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് കേവലം 4% മാത്രമാണ്. അപ്പോൾ DRDO മാത്രമല്ല, നിരവധി ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിരവധി ഇനത്തിൽ വകയിരുത്തുന്ന തുകയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചെലവാക്കലാണ് നടക്കുന്നത്.